ദ ജേർണലിസ്റ്റിലേക്ക് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് ഇറാൻ്റെ സർവനാശമാണ്. കാരണം പശ്ചിമേഷ്യയിൽ എന്നല്ല, ലോകത്തിൽ തന്നെ അമേരിക്കയെ ഇതുപോലെ നിന്ന് വെല്ലുവിളിക്കുകയും അമേരിക്കൻ ഭീഷണികൾക്ക് പുല്ലുവില കൽപ്പിക്കുന്ന വിധത്തിൽ അവരെ തിരിച്ചടിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു രാഷ്ട്രമെന്ന് പറയുന്നത് ഇറാനാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ഈ ശബ്ദം, ഇറാൻ്റെ ഈ ചെറുത്തുനിൽപ്പ്, ഇറാൻ്റെ ഈ മുന്നേറ്റം ഇല്ലാതാക്കിയാൽ വലിയൊരളവിൽ പാശ്ചാത്യ ലോകത്തിന് ഭീഷണികൾ അവസാനിക്കുമെന്ന ചിന്തയാണ് അമേരിക്കയെ എപ്പോഴും ഇസ്രായേലിൻ്റെ വാക്കുകേട്ട് ഇറാനെ കടന്നാക്രമിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ യുദ്ധസമാനമായ സാഹചര്യം പോലും നോക്കുക. സമാധാനത്തിൽ പോയിരുന്ന പശ്ചിമേഷ്യയെ വലിയ ദുസ്വപ്നങ്ങളിലേക്കും ആശങ്കയിലേക്കും തള്ളിവിടുന്ന വിധത്തിൽ ഈ വിധത്തിലാക്കിയെടുത്തത് ഇസ്രായേലിൻ്റെ ഒരു പ്രേരണയാണ്. ഇറാൻ വളർന്നു വരുന്നുവെന്നും അവർ വളരുന്നത് തങ്ങൾക്ക് നിലനിൽപ്പിന് ഭീഷണിയാണെന്നും പറഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ആവേശത്തിലാക്കിയത് അത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മാത്രമാണ്. അതിനുശേഷമാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ യുദ്ധസമാനമായ ഭീകരമായ അവസ്ഥയൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ അതിനെയൊക്കെ ഇറാൻ ചെറുത്തു നിൽക്കാൻ തുടങ്ങിയതോടെ അതിവേഗത്തിലൊരു ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാൻ അമേരിക്ക തീരുമാനിക്കുന്നു. പക്ഷേ അമേരിക്ക നിർദ്ദേശിക്കുന്ന ഒന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇറാൻ പറയുന്നു. യുദ്ധസമാനമായ ചില ബിൽഡപ്പുകൾ അമേരിക്ക കൊടുക്കുന്നു. അതിലൊന്നും ഒരു തരത്തിലും കുലുങ്ങാത്ത ഇറാനെ ഒടുവിൽ ഇറാൻ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അമേരിക്ക ചർച്ചയ്ക്ക് ക്ഷണിക്കുന്നു. അവർ ചർച്ച നടത്തുന്നു. അതാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഒമാനിലുണ്ടായത്. ഒമാനിൽ നടന്ന ചർച്ചയിൽ അമേരിക്കയുടെ പ്രതിനിധികളായി പങ്കെടുത്തതാരാണ്? അമേരിക്കയുടെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിൻ്റെ മരുമകനും ഒപ്പം ട്രംപിൻ്റെ വിശ്വസ്തനായ പശ്ചിമേഷ്യയിലെ നയതന്ത്രജ്ഞനായ സ്റ്റീവ് വിറ്റ്കോഫുമാണ്. ഒമാൻ്റെ വിദേശകാര്യമന്ത്രി ഉണ്ടായിരുന്നു, ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാങ്ചി ഉണ്ടായിരുന്നു. ഇവർ തമ്മിൽ ഒരു ചർച്ച, അല്ലെങ്കിൽ അങ്ങോട്ട് കുറേ നിർദ്ദേശങ്ങൾ പറയുന്നു. അതുപോലെ ഏറ്റെടുത്തുകൊണ്ട് മറുത്തൊന്നും പറയാതെ അമേരിക്കൻ പ്രതിനിധികൾ തിരിച്ചു പോകുന്നതാണ് സംഭവിച്ചത്. കാരണം പറയാനൊന്നുമില്ല. എന്തെങ്കിലും പറഞ്ഞാൽ ഇറാൻ ശക്തമായ നിലപാടിൽ ഉറച്ചു നിൽക്കും, ഒന്നും സംഭവിക്കില്ല എന്ന് അമേരിക്കയ്ക്ക് കാര്യമായി അറിയാം. അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടൊന്നും സംഭവിക്കില്ല, ഇറാൻ ഭയക്കില്ല എന്നുള്ള കൃത്യമായ ബോധ്യം അമേരിക്കൻ പ്രതിനിധികൾക്കുള്ളത് കൊണ്ടാണ് പറയുന്നതും കേട്ട് അവർ തിരിച്ചു പോയത്. പക്ഷേ അതിനുശേഷം ഇറാനെ തച്ചുടയ്ക്കാൻ, ഇറാനെ ഇല്ലാതാക്കാൻ, ഇറാനെ തകർക്കാൻ, ഇറാൻ്റെ മുന്നേറ്റം എന്നേക്കുമായി അവസാനിപ്പിക്കാനുള്ള ചില ഗൂഢ പദ്ധതികൾ, ചില കടന്നാക്രമണങ്ങൾ ഇപ്പോൾ അമേരിക്ക ഇറാൻ്റെ നേരെ നടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പലരും ഒരു വാർത്ത കാണുന്നുണ്ടാകും, ചാനലുകളിലും ഓൺലൈനിലുമൊക്കെ ആയിട്ട്, ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ സൈനിക ക്യാമ്പിന് സമീപം ഒരു വലിയ തീപിടുത്തം ഉണ്ടായിരിക്കുകയാണ് എന്നുള്ളതാണ് ആ വാർത്ത. അപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവും അമേരിക്കയാണ് അതിന് പിന്നിൽ, ഇസ്രായേലാണ് അതിന് പിന്നിലെന്നൊക്കെ. പക്ഷേ ഔദ്യോഗികമായി ഇറാൻ അതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അത് ഒരു വലിയ സൈനികാക്രമണത്തിൻ്റെ ഭാഗമായി ഉണ്ടായൊരു തീപിടുത്തം പോലെയല്ല ദൃശ്യങ്ങളിൽ കാണുന്നത്. തീപിടുത്തം വലുതാണ്, പക്ഷേ അത് മറ്റെന്തോ ഒരു ബിൽഡിങ്, അത് മറ്റെന്തൊക്കെ കാര്യങ്ങൾ സൂക്ഷിച്ചിരുന്ന, മാലിന്യങ്ങളോ മറ്റൊക്കെ സൂക്ഷിച്ചിരുന്ന ഒരു വലിയ ബിൽഡിങ് കത്തുന്നത് പോലെയാണ് തോന്നുന്നത്. മാത്രവുമല്ല, എന്തെങ്കിലും തരത്തിലുള്ള സൈനികാക്രമണമായിരുന്നുവെങ്കിൽ മണിക്കൂർ ഇന്ന് രാവിലെ മുതലാണ് ഈ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത്. ഇത്രയും നേരമായിട്ടും അതിനൊരു പ്രത്യാക്രമണം ഇറാൻ നടത്തിയില്ല എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ അതൊരു ആക്രമണമായി കരുതേണ്ടതില്ല. കാരണം കഴിഞ്ഞ ദിവസവും ഇതുപോലെ ഒരു 8 നില കെട്ടിടത്തിൽ ഒരു തീപിടുത്തവും സ്ഫോടനവും ഉണ്ടായിട്ട് ആദ്യം അത് അമേരിക്കയുടെ ആക്രമണമാണെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീടാണ് അത് മനസ്സിലായത് അത് അതിനുള്ളിൽ വാതക ചോർച്ചയെ തുടർന്നുണ്ടായ സ്ഫോടനമായിരുന്നു. അപ്പോൾ ഇത്രയും സെൻസിറ്റീവായൊരു സമയത്ത് ഇറാനിലുണ്ടാകുന്ന ഒരു ചെറിയ തീപിടുത്തമോ ഒരു സ്ഫോടനമോ അല്ലെങ്കിൽ ഇറാനിലുണ്ടാകുന്ന അപകടങ്ങൾ പോലും അത് അമേരിക്കയും ഇസ്രായേലും ചെയ്തതായിരിക്കും എന്നുള്ളൊരു ആശങ്ക, അല്ലെങ്കിൽ ഒരു കണക്കുകൂട്ടൽ ലോകത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ട്. അതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ ചിന്തിക്കാനുള്ള കാരണങ്ങളുമുണ്ട്. കാരണം കഴിഞ്ഞ 1.5 മാസമായി, ഏതാണ്ട് 2 മാസക്കാലത്തോളമായിട്ട് അമേരിക്ക ഇറാനെ പല ഘട്ടങ്ങളിലായിട്ട് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ യുദ്ധസന്നാഹങ്ങൾ ആദ്യം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കൊണ്ടുവന്നിട്ടു, പിന്നെ അറബിക്കടലിൽ കൊണ്ടുവന്നിട്ടു. ഇപ്പോൾ കൂടുതൽ സൈനികരെ ഇവിടേക്ക് നിയോഗിച്ചുകൊണ്ട് ഇറാന് ചുറ്റും ഒരു സർവൈലൻസ് ഉണ്ടാക്കിയെന്ന് അമേരിക്ക അവകാശപ്പെടുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളുടെ അനുമതിയില്ലാതെ അമേരിക്കയ്ക്ക് ഇറാനെ ആക്രമിക്കാൻ കഴിയില്ല. പക്ഷേ ഇറാനെ സംബന്ധിച്ച് അമേരിക്കയുടെ പടക്കപ്പലുകൾ ഭസ്മമാക്കാൻ ഒരു അനുമതിയുടെയോ ആവശ്യമില്ല. അവരുടെ റഡാറിനുള്ളിലാണ്, അവരുടെ കെണിക്കുള്ളിലാണ് അമേരിക്ക ഇപ്പോൾ ഉള്ളത്. പക്ഷേ അതിനുമപ്പുറം ഇറാനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു വലിയ നീക്കങ്ങൾ, അതായത് ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അമേരിക്കയുടെ നിർണായകമായ നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതൊരു കടന്നാക്രമണം എന്ന് പറയുമ്പോൾ, നമ്മൾ വെർബലി പറയുമ്പോൾ, അത് ഇറാൻ്റെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നാക്രമണമാണ്, ഇറാൻ്റെ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നാക്രമണമാണ്. അല്ലാതെ കടന്നാക്രമണം എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കും അത് മറ്റേ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം, മിസൈലുള്ള ആക്രമണം, അല്ലെങ്കിൽ ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം എന്നൊക്കെ പലരും കരുതാം. പക്ഷേ അതിനേക്കാൾ വലിയൊരു കടന്നാക്രമണമാണ് അവരുടെ പരമാധികാരത്തിലേക്കും അവരുടെ വ്യവസായ മേഖലകളിലേക്കും അവരുടെ സാമ്പത്തിക മേഖലകളിലേക്കും ഒക്കെ നടത്തുന്ന അറ്റാക്ക്. ഇപ്പോൾ പല രാജ്യങ്ങളും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടാണ് ഒരു രാജ്യത്തെ നിശബ്ദമാക്കാനായിട്ട് ശ്രമിക്കുന്നത്.
ഇപ്പോൾ ചൈനയൊക്കെ ജൈവായുധങ്ങൾ പ്രയോഗിച്ച് ഭാവിയിൽ പല രാജ്യങ്ങളെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്നൊക്കെയുള്ള പ്രചാരണങ്ങൾ നമ്മൾ കൊറോണ സമയത്തൊക്കെ കേട്ടിരുന്നു. അപ്പോൾ അതുപോലെയുള്ള പല പുതിയ ആയുധങ്ങളും ഇന്നലെ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിലേക്ക്, ലെബനനിലെ പലയിടങ്ങളിലേക്കും രാസായുധങ്ങൾ, കീടനാശിനി ഉപയോഗിച്ചിട്ടുള്ള ആയുധങ്ങളൊക്കെ ഇസ്രായേൽ പ്രയോഗിച്ചു. അതൊരാക്രമണം തന്നെയാണ്, അതൊരു കടന്നാക്രമണം തന്നെയാണ്, ഒരു സംശയവും വേണ്ട. ഏതാണ്ട് അതിന് സമാനമായ രീതിയിൽ ഇറാൻ്റെ എണ്ണപ്പാടങ്ങളിൽ നിന്ന് ഒരു തരത്തിലുള്ള ബിസിനസ്സും നടക്കരുത് എന്ന ലക്ഷ്യത്തോടു കൂടി കടുത്ത ഉപരോധങ്ങൾ ആ എണ്ണപ്പാടങ്ങൾ ഒടുവിൽ ഇറാന് ഉപയോഗപ്പെടാത്ത രീതിയിലേക്ക്, അത് തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക്, അവരുടെ എണ്ണ വിൽക്കാൻ പറ്റാത്ത പരിതസ്ഥിതിയിലേക്ക് ഇറാനെ എത്തിക്കുന്ന വിധത്തിലുള്ള ചില കർശന ഉപരോധങ്ങളാണ് അമേരിക്ക ഇപ്പോൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതായത് 16 കപ്പലുകൾക്ക്, ഇറാനിൽ നിന്ന് എണ്ണ കൊണ്ടുപോകുന്ന 16 കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തി. ഈ കപ്പലുകൾ എവിടെയും കയറ്റാൻ പാടില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഏതാണ്ട് 15ഓളം കമ്പനികൾ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നുണ്ട്, സ്വകാര്യമായി വാങ്ങിക്കുകയും അത് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ കമ്പനികൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഉപരോധം കൊണ്ടുവരികയാണെന്നാണ് പറയുന്നത്. അതുപോലെ ഇറാനുമായി ഏതെങ്കിലും തരത്തിൽ വ്യാപാരത്തിൽ ഏർപ്പെടുന്ന സകല രാജ്യങ്ങൾക്കും തീരുവ വർദ്ധിപ്പിക്കാൻ പോവുകയാണ് എന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. അതായത് ഇറാൻ്റെ പുരോഗതിയും സാമ്പത്തിക വളർച്ചയും ഇറാൻ്റെ ഉപജീവനവും പോലും ഇല്ലാതാക്കുന്ന വിധത്തിൽ ഇറാനെ കടന്നാക്രമിക്കുക എന്നുള്ള തന്ത്രത്തിലേക്കാണ് അമേരിക്ക പോയത്. പക്ഷെ അങ്ങനെ ഒരു ഉത്തരവ് അമേരിക്ക പുറപ്പെടുവിച്ചതിന് ശേഷം, അല്ലെങ്കിൽ അത്തരമൊരു പ്രഖ്യാപനം ട്രംപ് നടത്തിയതിന് ശേഷം ഇപ്പോൾ ഏതാണ്ട് 10 മണിക്കൂറിലധികമായി ഇതുവരെ അതുമായി ബന്ധപ്പെട്ടൊരു പുതിയ നടപടിയിലേക്ക്, ഇങ്ങനെ പ്രഖ്യാപിച്ചു എന്നതല്ലാതെ അത് ഏതൊക്കെ രാജ്യങ്ങളാണ്, ഏതൊക്കെ കമ്പനികളാണ്, ആ രാജ്യങ്ങൾക്ക് എത്രയാണ് നികുതി ചുമത്ത്, ഈ വക കാര്യങ്ങളെക്കുറിച്ചൊന്നും ട്രംപ് ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം എന്താണെന്നറിയുമോ? ഇത് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ അൽ ജസീറയുടെ ഒരു വേദിയിൽ, അല്ലെങ്കിൽ ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ അൽ ജസീറയുടെ ഒരു വേദിയിൽ വെച്ചിട്ട് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാങ്ചി ഒരു ഭീകരമായ, അതായത് അമേരിക്കയെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന ഒരു പ്രസ്താവന പുറത്തിറക്കിയിരിക്കുകയാണ്. അതായത് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഇറാന് നേരെ വരികയാണെങ്കിൽ അതിൽ ഉപരോധമടക്കമുള്ള കാര്യങ്ങളുണ്ട് എന്നാണ് ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധർ പറയുന്നത്. അതായത് ഇറാനെ ഏതെങ്കിലും തരത്തിൽ തകർക്കാനായിട്ട് അമേരിക്ക ഇനി മുന്നോട്ട് വന്നാൽ ഞങ്ങൾ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ തകർത്തു കളയും എന്നൊരു വലിയ മുന്നറിയിപ്പ് അബ്ബാസ് അറാങ്ചി യോഗത്തിന് ശേഷവും കൊടുക്കുകയാണ്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഉപരോധിച്ച് അല്ലെങ്കിൽ ഉപജീവനം തടഞ്ഞ് ഇറാനെ വരിഞ്ഞു മുറുക്കി ഇറാനെ കുഴപ്പത്തിലാക്കാം എന്നുള്ള അമേരിക്കയുടെ നീക്കങ്ങൾ സ്വാഭാവികമായിട്ടും അമേരിക്ക അങ്ങനെ ചെയ്യുമെന്നുള്ള ധാരണ ഇറാനുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായാൽ ഞങ്ങൾ ഒന്നിനും മടിക്കില്ല, അടിച്ച് തകർക്കുക തന്നെ ചെയ്യും അമേരിക്കൻ കേന്ദ്രങ്ങളെന്നാണ് കൃത്യമായി ഇദ്ദേഹം പറയുന്നത്. ഇത് മാത്രമല്ല, ഞങ്ങളുടെ അയൽ രാജ്യങ്ങളെ ആക്രമിക്കില്ല, പക്ഷേ അയൽ രാജ്യങ്ങൾക്കുള്ളിലുള്ള ഈ പറയുന്ന സൈനിക കേന്ദ്രങ്ങളെ ഞങ്ങൾ ആക്രമിക്കും എന്ന് ഇറാൻ തുറന്നടിച്ചു. നോക്കുക, ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന വാർത്ത, ഇറാൻ ടു ബോംബ് US ബേസസ് ഇൻ എന്ന് പറഞ്ഞിട്ട് കുത്തിട്ടിരിക്കുകയാണ്. അതായത് ഒരുവിധപ്പെട്ട സ്ഥലങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഹൈ അലേർട്ട് ആഫ്റ്റർ ബിഗ് വാർണിംഗ് എന്ന് പറയുമ്പോൾ ഇറാൻ്റെ മുന്നറിയിപ്പ് വന്നതിന് ശേഷം അമേരിക്ക വലിയ തോതിൽ അലർട്ടിലായിട്ടുണ്ട്. കാരണം ഇറാന് നേരെ ഒരു യോഗം നടന്നു, ആ ചർച്ച പരാജയപ്പെടുകയല്ല, ആ ചർച്ചയിൽ അമേരിക്ക പറഞ്ഞതൊന്നും നടപ്പായില്ല. ആ ചർച്ച പരാജയപ്പെട്ടാൽ, ഒമാനിൽ നടന്ന ചർച്ച പരാജയപ്പെടുകയാണെങ്കിൽ ഇറാന് നേരെ ആക്രമണം നടത്തുമെന്നായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത്. പക്ഷേ ആ ചർച്ച പരാജയപ്പെട്ടിട്ടും ആക്രമണം നടത്തിയില്ല, മറിച്ച് ഒരു ചർച്ച കൂടി നടത്താമെന്ന് ട്രംപ് പറയുകയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മുമ്പ് പറഞ്ഞ ഭീഷണികളൊക്കെ അവിടെ വെള്ളത്തിൽ പോയി. അതിനുശേഷം തിരിച്ചെത്തിയ അമേരിക്കൻ പ്രതിനിധികൾ ട്രംപിനോട് പറയുന്നു, നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും ഇറാനിൽ നടക്കില്ല, അവരൊന്നിനും അടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ട്രംപ് ഉടനെ ഇത്തരത്തിൽ കടുത്ത തരത്തിലുള്ള ഉപരോധം ഏർപ്പെടുത്താൻ വേണ്ടി തയ്യാറാകുന്നു. എണ്ണപ്പാടങ്ങളിൽ എണ്ണ കെട്ടിക്കിടക്കണം, അവിടുന്ന് അത് അനങ്ങരുത്. ഒടുവിൽ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അതൊക്കെ അമേരിക്കയുടെ കയ്യിലേക്ക് എത്തണം. വെനസ്വേലയിൽ ചെയ്തതിൻ്റെ മറ്റൊരു രൂപം, അതൊക്കെയാണ് ഇറാനിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത്. പക്ഷേ ഇറാൻ പറഞ്ഞത് ശക്തമായ തിരിച്ചടി തന്നെയാണ് അമേരിക്ക കൊടുത്തിരിക്കുന്നത്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾക്ക് നേരെ ഇനിയും ഇമാതിരി പരിപാടി ഇട്ട് വന്നാൽ അടിച്ചു തകർക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇറാൻ ഇങ്ങനെ പറയുമ്പോൾ പശ്ചിമേഷ്യയിൽ വീണ്ടും വലിയ ആശങ്ക പുകയുകയാണ്. അടുത്ത ആഴ്ചയാണ് ചർച്ച, പക്ഷേ അതിനു മുമ്പ് തന്നെ ഇറാനെ വരിഞ്ഞു കെട്ടാൻ അമേരിക്ക ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ ശക്തമായി തിരിച്ചടിക്കുകയാണ്. ആ തിരിച്ചടി എന്ന് പറയുന്നത് പശ്ചിമേഷ്യയിൽ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്, അമേരിക്കയ്ക്ക് ഭയം വർദ്ധിക്കുകയാണ്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്തയിൽ പറഞ്ഞതുപോലെ ഹൈ അലർട്ടിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്ന ഭീതി കൃത്യമായി പശ്ചിമേഷ്യയെ വിഴുങ്ങുകയാണ് എന്ന് നിസ്സംശയം പറയാം.